ഞാൻ ഇവരുടെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തപ്പോഴത്തേക്ക് ഒരുപാട് കമന്റ്സ് ആണ് അതിൻ്റെ അടിയിൽ വന്നത്. എല്ലാം നെഗറ്റീവ് കമന്റ്സുകൾ. എനിക്കെതിരായിട്ടുള്ള കമന്റ്സുകളാണ് കൂടുതലും വന്നിട്ടുള്ളത്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ എന്ത് കണ്ടിട്ടാണ് ഇവരെ സപ്പോർട്ട് ചെയ്യുന്നത്? വിമർശിക്കാനും സപ്പോർട്ട് ചെയ്യാനും ഒക്കെ ഒരു കാരണമുണ്ട്, ശരിയാണ്. പക്ഷേ ഇവർ ജീവിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഈ ഒരു ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്തേക്കുന്ന ഈ ഒരു വീഡിയോ മാത്രമല്ല, വേറെയും വൾഗർ ആയിട്ടുള്ള വീഡിയോസ് കിടപ്പുണ്ടായിരുന്നു. നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും ചിലപ്പോൾ ഒരു വലയിൽ ഒരു ആട്ടുതൊട്ടിൽ പോലെയുള്ള ഒരു വല പോലത്തെ ഒരു സാധനത്തിൽ കിടന്നിട്ട് അത് ഭയങ്കരമായിട്ട് വൾഗറായിട്ടുള്ള ഒരു വീഡിയോ ആണ്. ആ ഒരു വീഡിയോ എടുത്ത് ഞാൻ പോസ്റ്റ് ചെയ്യാൻ എനിക്ക് കുറച്ച് ഉളുപ്പുള്ളത് കൊണ്ടാണ്. എൻ്റെ പ്രൊഫൈലിൽ അങ്ങനത്തെ ഒരു വീഡിയോ എനിക്ക് പോസ്റ്റ് ചെയ്യാൻ കുറച്ച് നാണക്കേട് തോന്നിയത് കൊണ്ടാണ് ഞാൻ ആ വീഡിയോ ഒഴിവാക്കിയിട്ട് ഈ ഒരു വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തത്. എന്നിട്ട് എനിക്കെതിരെയാണ് കമന്റ്സ് ഇട്ടുകൊണ്ട് ഒത്തിരി ആൾക്കാർ വന്നത്. എനിക്ക് യാതൊരു വിഷയമില്ല, നെഗറ്റീവ് കമന്റ്സ് വരുന്നതുകൊണ്ട് എനിക്ക് യാതൊരു വിഷയമില്ല. പക്ഷെ എനിക്ക് ഒന്ന് ചോദിക്കാനുള്ളത്, ഇതിനെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന നിങ്ങൾ, സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങൾ ആലോചിച്ച് നോക്കുക. കുഞ്ഞു മക്കളാണ് ഇപ്പൊ കൂടുതലും സോഷ്യൽ മീഡിയ, നമ്മളെക്കാട്ടിൽ കൂടുതൽ ചെറിയ പിള്ളേരാണ് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത്. ഇപ്പൊ ഏതൊക്കെ കുഞ്ഞു കുട്ടിയുടെ കയ്യിലും മൊബൈൽ ഫോൺ ഉണ്ട്. ആ ഒരു മൊബൈൽ ഫോൺ ഉപയോഗിക്കുമ്പോൾ ഫേസ്ബുക്ക് തുറന്നാൽ തന്നെ വരുന്നത് ഇമ്മാതിരിയുള്ള റീൽസുകളൊക്കെയാണ്. ആ കുഞ്ഞുങ്ങൾ കണ്ടു കഴിയുമ്പോഴത്തേക്ക് അവര് വീണ്ടും വീണ്ടും ഇത് കാണാനും ഇതുപോലുള്ള വീഡിയോസുകൾ സെർച്ച് ചെയ്ത് കാണാനും ഒക്കെ കുഞ്ഞുങ്ങളല്ലേ, അവർക്ക് അറിയത്തില്ലല്ലോ ശരിയോ തെറ്റോ എന്ന് അറിയത്തില്ല. വളരെ ചെറിയ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങളാണ് ഇന്ന്. എല്ലാ കുട്ടികളുടെ കയ്യിലും ഫോണുണ്ട്. പിന്നെ നമ്മളുടെയൊക്കെ ഫോൺ, കുഞ്ഞുങ്ങൾ ഫോണില്ലെങ്കിൽ നമ്മുടെയൊക്കെ ഫോണ് കുഞ്ഞുങ്ങൾ ഉപയോഗിക്കുന്നതാണ്. അങ്ങനെ കുഞ്ഞുങ്ങൾ ഉപയോഗിക്കുമ്പോഴത്തേക്കായിരിക്കും ഇപ്പൊ നമ്മൾ യൂട്യൂബ് തുറന്നാലോ അല്ലെങ്കിൽ ഫേസ്ബുക്ക് തുറന്നാലോ ഇൻസ്റ്റാഗ്രാം തുറന്നാലോ ഇമാതിരിയുള്ള വീഡിയോസുകളല്ലേ വരുന്നത്. അപ്പൊ ഈ വീഡിയോസുകളൊക്കെ കാണുമ്പോഴത്തേക്ക് ഇപ്പൊ ഞാനിട്ട വീഡിയോസിനെക്കാട്ടി വൾഗറായിട്ടുള്ള ഒത്തിരി വീഡിയോസ് കിടപ്പുണ്ട്, ഇവളുടെ തന്നെ ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള വീഡിയോസ് കാണുമ്പോഴത്തേക്ക് ഇപ്പൊ ഞാൻ ഈ ഒരു ഇവരെ മാത്രമല്ല പറയുന്നത്, ഇതുപോലെ വീഡിയോസ് ചെയ്യുന്ന എല്ലാവരെയും കൂടെയാണ് ഞാൻ പറയുന്നത്. അപ്പൊ കുട്ടികൾ കാണുമ്പോഴത്തേക്ക് അവര് വീണ്ടും വീണ്ടും ഇത് കാണാനും ഇതുപോലുള്ള കാര്യങ്ങൾ സെർച്ച് ചെയ്യുകയും കുഞ്ഞുങ്ങൾ ഇതിനൊക്കെ അടിമയായി പോവുകയും ചെയ്യും. നമ്മുടെ കുട്ടികൾ കൂടുതലും വഴി തെറ്റുന്നത് ഇതുപോലെയുള്ള വീഡിയോസുകൾ കണ്ടിട്ട് തന്നെയാണ്, 100% ഉറപ്പാണ്. ചിന്തിച്ചു നോക്കാം, നമ്മളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം ഇത് തെറ്റാണെന്ന് വെച്ച് നമ്മളങ്ങ് സ്കിപ്പ് ചെയ്ത് നമ്മളങ്ങ് പോകും. പക്ഷെ കുട്ടികളോ, അവർ സ്കിപ്പ് ചെയ്ത് പോവില്ല, അവർ കണ്ടുകൊണ്ടിരിക്കും. കൊച്ചുകുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത്. നമ്മുടെയൊക്കെ മക്കളാണ് വഴിതെറ്റി പോകുന്നത്. പുതിയ തലമുറകൾ വഴിതെറ്റി പോവാണ് ഈ ഒരു വീഡിയോസുകൾ കണ്ടിട്ട്. ഈ ഒരു വീഡിയോ അല്ല, ഇതുപോലെയുള്ള ഒരുപാട് പെണ്ണുങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പൊ അത് കാണിച്ച് മറ്റേത് കാണിച്ച് മറിച്ചത് കാണിച്ചൊക്കെ കുറേ വീഡിയോസ് ഇടുന്നുണ്ട്. പെട്ടെന്ന് റീച്ച് കിട്ടാനും പെട്ടെന്ന് ക്യാഷ് ഉണ്ടാക്കാനും ഒക്കെയാണ്, അവസരങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇവറ്റകൾ ഇങ്ങനെ ഇരിക്കുന്നത്. സപ്പോർട്ട് ചെയ്യുന്ന തോറും ഇവളൊക്കെ ഇങ്ങനെ മേലെ മേലെ വരത്തേ ഉള്ളൂ. ഒന്ന് റിപ്പോർട്ട് അടിച്ച് കളയാൻ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. അതിനെതിരെ ഒരു വീഡിയോ ഇട്ടപ്പോഴത്തേക്ക് എനിക്കെതിരെ വീഡിയോ കമന്റ്സുമായിട്ട് കുറെ എണ്ണം രംഗത്തെത്തിയേക്കുന്നത്. കഷ്ടമുണ്ട്. ഇന്നത്തെ തലമുറ ഒന്ന് ആലോചിച്ച് നോക്ക്. കാണാൻ ഇഷ്ടമുള്ളവർ പോയി കണ്ടോ, കാണാൻ ഇഷ്ടമുള്ളവർ സപ്പോർട്ട് ചെയ്ത് കണ്ടോ. നിങ്ങൾ മാത്രമല്ല കാണുന്നത്, നിങ്ങളുടെ വീട്ടിലെ കുട്ടികളും കാണുന്നുണ്ട് എന്ന് ഓർത്ത് വെച്ചു.